ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ്. നമുക്കിനി നാലാമത്തത് പഠിക്കാനുള്ളത് ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് IAS 24 ആൻഡ് IndAS 24. ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. ഈ ഒരു സംഭവം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരൻ്റ് കമ്പനിയും അവരുടെ സബ്സിഡറി കമ്പനീസും തമ്മിലൊരു റിലേഷൻ വരുന്ന സമയത്തുള്ള ചെറിയ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എ എന്നുള്ള സ്ഥാപനം പാരൻ്റ് കമ്പനിയാണ്, ബി എന്നുള്ള കമ്പനി ഇതിൻ്റെ സബ്സിഡറി കമ്പനിയാണ്. അപ്പം ഈ എയും ബിയും തമ്മിൽ എന്ത് നടക്കാം? ഇടപാടുകൾ നടക്കാം. അപ്പോൾ എ എന്നുള്ള പാരൻ്റ് കമ്പനി ബിക്ക് എന്ത് ചെയ്യും? കുറച്ച് റിസോഴ്സസ് കൊടുക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. അത് ഒരു 100 രൂപയ്ക്ക് എന്തേ ഉള്ളൂ, മറ്റ് കോസ്റ്റ് ആയിട്ടുള്ള 100 രൂപയ്ക്ക് കൊടുത്തെന്ന് വിചാരിക്കാം, ബിക്ക് കൊടുത്തു. നേരെ മറിച്ച് പുറത്ത് സി എന്ന് പറയുന്ന സ്ഥാപനം ആ പുറത്തുള്ളതാണ്, മീൻസ് എയുമായിട്ടോ ബിയുമായിട്ടോ ഒരു ബന്ധമില്ല. സി എന്ന് പറയുന്ന സ്ഥാപനം പുറത്തുള്ളതാണ്. അപ്പോൾ ആ സിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്ക് ബിക്ക് കൊടുത്ത പോലെ 100 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിക്ക് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു പ്രൊഡക്റ്റിന് എത്ര കോസ്റ്റ് ആയാലും. അപ്പോൾ 100ൽ കുറച്ച് കൂടുതൽ എമൗണ്ട് കൂട്ടിയിട്ടാണ് ആർക്ക് കൊടുക്കുള്ളൂ, സിക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻസ് ആര് തമ്മിൽ നടക്കും? ഈ തമ്മിൽ കോണ്ടാക്റ്റ് ഉള്ള കമ്പനികൾ തമ്മിൽ നടക്കും. അപ്പോൾ അത്തരം ട്രാൻസാക്ഷനെയാണ് നമ്മൾ റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അൺറിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെങ്കിൽ അവർ തമ്മിൽ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റും ട്രാൻസാക്ഷൻസും നടത്തുന്നതിനെയാണ് നമ്മൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ആ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് കമ്പനികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന മാറ്റങ്ങളും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന മാറ്റങ്ങളും എങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. നോക്കാം, എ റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് കുഡ് ഹാവ് ആൻ എഫക്റ്റ് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ആൻ എൻറ്റിറ്റി. കേട്ടോ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിന് എന്ത് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനിലും, അതായത് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് വരുത്തുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ്. The objective of this standard is to ensure that an entity's financial statements contain the disclosures necessary to draw attention to the possibility that its financial position and profit and loss may have been affected by the existence of related parties and by transactions and outstanding balances, including commitments with such parties. പറഞ്ഞ പോലെ തന്നെ ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനിലും വരുന്ന എഫക്റ്റ് എന്താണെന്നുള്ളത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഡെഫിനീഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് റിലേറ്റഡ് പാർട്ടി. എന്താണ് റിലേറ്റഡ് പാർട്ടി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എ റിലേറ്റഡ് പാർട്ടി ഈസ് എ പേഴ്സൺ ഓർ എൻറ്റിറ്റി ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. ഇപ്പോൾ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആരാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നത്, ഡിസ്ക്ലോസ് ചെയ്യുന്നത് അവരായിരിക്കും റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് ഒരു റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത്, എ റിലേറ്റഡ് പാർട്ടി ഈസ് എ പേഴ്സൺ. അപ്പോൾ എ റിലേറ്റഡ് പാർട്ടി എന്ന് പറയുമ്പം ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ എൻറ്റിറ്റി ആകാം. ആ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് ഒന്നെങ്കിൽ ഈ റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത് വ്യക്തിയുമാകാം അല്ലെങ്കിൽ എൻറ്റിറ്റിയുമാകാം. ഇനി എ പേഴ്സൺ ഓർ എ ക്ലോസ് ഫാമിലി മെമ്പർ ഈസ് റിലേറ്റഡ് ടു എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഇഫ് ദാറ്റ് പേഴ്സൺ
ഇനി ഒരു റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ക്ലോസ് ഫാമിലി മെമ്പർ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ റിലേറ്റഡ് പാർട്ടി ആവണമെന്നുണ്ടെങ്കിൽ he has the control or joint control of the reporting entity. ആ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിൽ എന്തെങ്കിലും ചെറിയൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജോയിൻറ്റ് കൺട്രോളെങ്കിലും ഉണ്ടായിരിക്കണം, എന്നാലാണ് അയാൾ അവിടുത്തെ പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കണം ആ ഒരു വ്യക്തിക്ക്, എന്നാലാണ് അയാൾ റിലേറ്റഡ് പാർട്ടിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത് പറയുന്നത് ഈസ് എ മെമ്പർ ഓഫ് ദ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഓർ ഓഫ് ഇറ്റ്സ് പാരൻറ്റ്. ആ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെയോ അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനിയുടെയോ കീ മാനേജ്മെൻറ്റ് പേഴ്സണലിലെ ഒരു അംഗമായിരിക്കണം. കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ് അംഗങ്ങൾ, അങ്ങനെ വരുന്ന ക്ലാസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജേഴ്സിനെയാണ് നമ്മൾ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽസ് എന്ന് പറയുന്നത്. അവരിൽ ആരെങ്കിലും ഒരു മെമ്പർ ആണെങ്കിൽ അയാൾ എന്തായിരിക്കും ആ ഒരു റിലേറ്റഡ് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിലെ റിലേറ്റഡ് പാർട്ടിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, ഇനി ആൻ എൻറ്റിറ്റി ഈസ് റിലേറ്റഡ് ടു എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഇഫ് എനി ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻസ് അപ്ലൈസ്. ഇനി ഒരു എൻറ്റിറ്റിയാണ് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ റിലേറ്റഡ് പാർട്ടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ എൻറ്റിറ്റി എന്ത് ചെയ്യണം? താഴെ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ദ എൻറ്റിറ്റി ആൻഡ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഗ്രൂപ്പ്. എൻറ്റിറ്റിയും റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയും എന്തായിരിക്കണം? ആ ഒരു സെയിം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, ദെൻ വൺ എൻറ്റിറ്റി ഈസ് ആൻ അസോസിയേറ്റ് ഓർ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ദ അതർ എൻറ്റിറ്റി. ഇനി അതിലൊരു എൻറ്റിറ്റി എന്ത് ചെയ്യണം? അസോസിയേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ദ അതർ എൻറ്റിറ്റി, മറ്റ് എൻറ്റിറ്റിയുടെ ജോയിൻറ്റ് വെഞ്ചർ ആയിരിക്കണം, എന്നാൽ അവർ റിലേറ്റഡ് പാർട്ടിയാണ്. ദെൻ ബോത്ത് എൻറ്റിറ്റീസ് ആർ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഓഫ് ദ സെയിം തേർഡ് പാർട്ടി. ഇനി വേറൊരു തേർഡ് പാർട്ടിയുടെ അണ്ടറിൽ വരുന്ന ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആണ് ബാക്കി രണ്ടെണ്ണം എന്നുണ്ടെങ്കിൽ അവരും എന്താണ്? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്, സർവീസസ് ഓർ ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ റിലേറ്റഡ് പാർട്ടീസ്. റിലേറ്റഡ് പാർട്ടീസ് തമ്മിൽ അവരുടെ റിസോഴ്സും സർവീസസും ഇടപാടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. റിഗാർഡ്ലെസ് ഓഫ് വെദർ എ പ്രൈസ് ഈസ് ചാർജ്ഡ്. പ്രൈസ് ചാർജ് ചെയ്താലും ഇല്ലെങ്കിലും അവർ തമ്മിലെ ട്രാൻസാക്ഷൻസിനെയാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് കീ മാനേജ്മെൻറ്റ് പേഴ്സണലാണ്. കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ഞാൻ പറഞ്ഞു. കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ആർ ദോസ് പേഴ്സൺസ് ഹാവിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ പ്ലാനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ എൻറ്റിറ്റി ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇൻക്ലൂഡിങ് എനി ഡയറക്ടർ. അപ്പോൾ ഈ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും മറ്റും തയ്യാറാക്കുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡിസ്ക്ലോഷറാണ്. ഡിസ്ക്ലോഷർ മീൻസ് എങ്ങനെ പരസ്യപ്പെടുത്താം, ബുക്കിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ കാണിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അവിടെ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദർ ഹാവ് ബീൻ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ റിലേറ്റഡ് പാർട്ടീസ്. റിലേറ്റഡ് പാർട്ടീസുകൾ തമ്മിൽ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ആൻ എൻറ്റിറ്റി ഷാൾ ഡിസ്ക്ലോസ് ദ നാച്ചർ ഓഫ് ദ റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആസ് വെൽ ആസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ട്രാൻസാക്ഷൻസ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു എൻറ്റിറ്റി എന്ത് ചെയ്യണം? ഷാൾ ഡിസ്ക്ലോസ് പരസ്യപ്പെടുത്തണം. എന്താ പരസ്യപ്പെടുത്തേണ്ടത്? ദ നാച്ചർ ഓഫ് ദ റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ്. ആ റിലേറ്റഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമാക്കണം. ആസ് വെൽ ആസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ട്രാൻസാക്ഷൻസ്. പിന്നെ അതുമാത്രമല്ല അവരുമായിട്ട് എന്ത് ഇടപാടാണ് നടത്തിയിട്ടുള്ളതെന്നുള്ളതും ഇവർ കൃത്യമായിട്ട് വ്യക്തമാക്കണം. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് നെസസറി ഫോർ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പൊട്ടൻഷ്യൽ എഫക്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്പ്. ഇനി അവർക്ക് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ വെളിപ്പെടുത്തണം. ഓക്കെ, ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി പറയുന്നത് അറ്റ് എ മിനിമം ഡിസ്ക്ലോഷർ ഷാൾ ഇൻക്ലൂഡ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് ദ ട്രാൻസാക്ഷൻസ്. ആ റിലേറ്റഡ് പാർട്ടിയുമായി തമ്മിൽ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് എത്രയാണ്. ദെൻ ദ എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എന്തെങ്കിലും കിടക്കുന്നുണ്ടോ. ദെൻ പ്രൊവിഷൻ ഫോർ ഡോട്ട്ഫുൾ ഡെപ്റ്റ്, ഡോട്ട്ഫുൾ ഡെപ്റ്റിന് പ്രൊവിഷൻ കീപ്പ് ചെയ്തത് എത്രയാണ്. ദെൻ എക്സ്പെൻസസ് റെക്കഗ്നൈസ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ബാഡ് ഓർ ഡോട്ട്ഫുൾ ഡെപ്റ്റ് ഡ്യൂ ഫ്രം ദ റിലേറ്റഡ് പാർട്ടീസ്. റിലേറ്റഡ് പാർട്ടീസിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ള എക്സ്പെൻസസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മിനിമം എന്ത് ചെയ്യേണ്ടത് ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ
ഇവർ കമ്പനി ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്.